അരക്കപ്പ് പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ചാലും മതി. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കരിഞ്ചീരകവും. സാധാരണ കുഴക്കുന്ന മാതിരി കുഴച്ചാൽ മതി. ഇത് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അതാണ് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് മൈദ എടുക്കാം. എന്നിട്ട് നന്നായി ചപ്പാത്തിക്ക് കുഴക്കും പോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത ശേഷം കുറച്ച് എണ്ണ തൂക്കി കൊടുത്താൽ നല്ല അയവുണ്ടാവും. നമ്മൾ പരത്തുന്ന സമയത്ത് അത് മൂടി വെക്കാം. ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറിയ ചെറിയ കപ്പില്ല അതാണ് എടുക്കുന്നത്. ചെറിയ ചെറിയ ഇതാണ് ഉണ്ടാക്കുന്നത് സ്നാക്സ്. ഇനി ഒരു 10 പീസ് ബീഫ് എടുത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് കുക്കറിൽ പുഴുങ്ങിയതാണ്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് മാത്രം ചെയ്തെടുക്കണം, പൊടിഞ്ഞു പോകരുത്. ഇതുപോലെ കടിക്കാൻ കിട്ടണം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ പിന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിൽ നിന്ന് 2 വലിയ ഉള്ളി ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലൊരു മസാലയാണ്, നല്ല ടേസ്റ്റാണിത്. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയതും 4 വെളുത്തുള്ളി അല്ലി ചെറിയ പീസാക്കിയതും പിന്നെ മല്ലിയില ചെറിയ ചെറിയ പീസാക്കിയത്. ക്യാപ്സിക്കം ഒന്നെ എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം പച്ചമുളക് എടുത്താലും മതി. 1 ടീസ്പൂൺ കുരുമുളക് ക്രഷാക്കിയതും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നന്നായി മിക്സ് ആകണം. വേണമെങ്കിൽ കുറച്ച് നമ്മളെ സൺഫ്ലവർ ഓയിലില്ലേ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആക്കിയ മാവില്ലേ അതിൽ 1 ടീസ്പൂൺ ഇത് ഇട്ട് കൊടുക്കാം. ഓരോ ടീസ്പൂൺ ഇത് നടുക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നെറിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാൻ. ഞാൻ ഈട് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കണം മസാല. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ നെറിയിട്ട് കൊടുക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അടിപൊളി സ്നാക്സാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കണം. അതായത് ഈ മൈദയും ഉള്ളിലുള്ള ഇതെല്ലാം വെന്ത് കിട്ടണം. ആ ബീഫ് ഐറ്റംസ് ഇല്ല പച്ച ഉള്ളിയെല്ലാം അതെല്ലാം വെന്ത് കിട്ടണം. നല്ല ടേസ്റ്റാണിത്. മയോണസ് കെച്ചപ്പ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. സാധാ പോലെയും കടിയായിട്ട് കഴിക്കാം. നോമ്പിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഇതുപോലെ 2 പ്രാവശ്യമായി കോരിയെടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നാവിൽ വെള്ളമൂറും ഇഫ്താർ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.